കരമൊന്നായി കരളൊന്നായി ജീവിതമൊന്നായി ജീവിതമൊന്നായി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ട് എങ്കിൽ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല, മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ വിളിച്ചേക്ക് സൂചിപ്പിച്ചതുപോലെ സർക്കാർ തിരസ്കരിച്ച ഈ സമരത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് മാധ്യമ പ്രവർത്തകരാണ്. എന്നാൽ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടുപണി ചെയ്യുന്ന ചില നുഴഞ്ഞുകയറ്റക്കാരായ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ നമ്മൾ ചേർത്ത് തോൽപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യത്തിൽ തർക്കവും. ഈ സമരത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുക? എന്നെ എങ്ങനെ ഇറക്കിവിടാൻ ഈ സമരസമിതിക്ക് കഴിയുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നൽകിയ നിയമസഭാ സാമാജികന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. ഇവർക്ക് വേണ്ടി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആദ്യം സംസാരിക്കുമ്പോൾ ഇവരെന്നല്ല തോന്നിയത്, എന്റെ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 233 രൂപ മാത്രം ഒരു ദിവസത്തെ വേതനം വാങ്ങുന്ന സാധു മനുഷ്യർ. ആ സാധു മനുഷ്യർക്ക് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില? 310 രൂപയാണ് അല്ലേ? 450. ഒരു കിലോ അരിക്ക് 46-48 രൂപയാണ്. ഞാൻ വില കുറച്ച് പറയട്ടെന്ന്. അങ്ങനെ ഈ സർക്കാരിന് സഹായം ഉണ്ടാവട്ടെ. അപ്പോൾ 50 നമുക്ക് ഒതുക്കാവും. 50 ഒതുക്കിയാൽ പോലും 5 കിലോ അരിയുടെ ശമ്പളമില്ലാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. 1 കിലോ വെളിച്ചെണ്ണയുടെ ശമ്പളമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ആ സാധു മനുഷ്യരുടെ അടുത്ത് പുകയുവാൻ വേണ്ടിയിട്ടുള്ള അതിജീവന പോരാട്ടമാണ് ഈ സമരം. സമരം തുടങ്ങിയപ്പോ സർക്കാർ വിചാരിച്ചു 1-2 ദിവസം കഴിയുമ്പോൾ നിർത്തിയിട്ട് പോകും. ഇവിടെ ചുട്ടുകൊള്ളുന്ന വെയിലുണ്ടായി. നമ്മൾ പതറിയോ ഇല്ല. കോരിച്ചൊരിയുന്ന മഴ പെയ്തു. ആ മഴയത്തെ പന്തല് ഒളിഞ്ഞു വീണു. ഓർമ്മ ചേച്ചി? ആ രാത്രി ഞാൻ ഓടി വന്നു. പന്തല്ല, ടാർപോളില്ല, പന്തൽ നിലവിൽ എടുത്തോണ്ട് പോയി സർക്കാർ. ഒരു പന്തല് പോലും കൊടുത്തില്ല. പന്തല് കെട്ടാൻ അനുവദിക്കാതെ മറച്ചു വെച്ച ടാർപോളിൻ ഷീറ്റിന്റെ മുകളിലത്തെ കമ്പടർന്ന് താഴെ വീണ ആ ടാർപോളിൻ ഷീറ്റ് പുതച്ചിരിക്കുന്ന എന്റെ അമ്മമാരെ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഈ അമ്മമാർ. ഇതിനിടയിൽ എന്റെ 2 അമ്മമാര് ബീനയും പങ്കലും അല്ലേ മുടി മുട്ടയടിച്ചു. എന്റെ അമ്മയുടെ പേര് ബീന. മുടി മുട്ടയടിച്ചു. ക്രൈസ്തവനില്ല, മുസൽമാനില്ല, ഹിന്ദുവുമില്ലല്ലോ. ക്രൈസ്തവനില്ല, മുസൽമാനില്ല, ഹിന്ദുവുമില്ലല്ലോ. ഹിന്ദുസ്ഥാനം ഇതൊരു തറവാടതിലിന്ത്യക്കാർ നമ്മൾ. ഹിന്ദുസ്ഥാനം ഇതൊരു തറവാടതിലിന്ത്യക്കാർ നമ്മൾ. ഉണരുക ജനതേ, ഉണരുക ജനതേ, ഉണരുക നാമൊന്നായി. കരമൊന്നായി കരളൊന്നായി ജീവിതമൊന്നായി ജീവിതമൊന്നായി. റംസാൻ ചന്ദ്രകല വളരുമ്പോൾ ഓണനിലാവാകും. റംസാൻ ചന്ദ്രകല വളരുമ്പോൾ ഓണനിലാവാകും. ചാച്ചാജിയും ബാബുജിയും ചേർന്നവിടെ കളിയാടും. ഉണരുക ജനതേ, ഉണരുക ജനതേ, ഉണരുക നാമൊന്നായി. കരമൊന്നായി കരളൊന്നായി ജീവിതമൊന്നായി ജീവിതമൊന്നായി.